ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത എന്താണ്? അന്ന് ഖുർആൻ ഇറങ്ങി എന്നതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത ഖുർആൻ ഇറങ്ങി എന്നതാണ്. ഖുർആൻ മുഹമ്മദ് നബിക്ക് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ആർക്ക് മാത്രമേ ഉള്ളൂ? നമുക്ക് മാത്രമേ ഉള്ളൂ, മുൻകഴിഞ്ഞൊരു ഉമ്മത്തിനുമില്ല. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും കൂലുള്ള ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ആദ്യമായി കാണുന്നതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് സ്വർഗത്തിൽ ആദ്യം റബ്ബിനെ കാണുന്നത്. കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നാണത്. റൂഹുൽ ബയാൻ നീ നോക്ക് 2 ഉണ്ടിത്. 286 പറയുന്നത്. കണ്ണിന് കാഴ്ച പോയവരെ കൂലിട്ടും. ഞാൻ ഈ അടുത്ത് അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹുവിനെ കുറിച്ചുള്ള താരീഖ് ഇങ്ങനെ വായിച്ചു. ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു നിലവിൽ ഈജിപ്തിലാണ് മഹാനവറുകളുടെ ഖബറുള്ളത്. ഈജിപ്തിൽ ഷാദുലി റളിയല്ലാഹുവിന്റെ മക്കാം ഒരു മരുഭൂമിയിലാണ്. അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹു അടിസ്ഥാനപരമായി ആഫ്രിക്കക്കാരനാണ്. ആഫ്രിക്കയിൽ നിന്ന് ദീനിൻ്റെ വഴിയിൽ മഹാനവറുകൾ യാത്ര ചെയ്ത് മക്കയിൽ പോയി മദീനയിൽ പോയി അങ്ങനെ ഈജിപ്തിൽ വന്ന് ഈജിപ്തിൽ താമസിച്ച് ഈജിപ്തിൽ നിന്ന് ഒരിക്കൽ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, ഒരു കഫംപൊടിയും കയ്യിൽ കരുതിക്കോളിയാർന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുരീദ് അബുൽ അബ്ബാസിൽ മുർസി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ചോദിച്ചു, എന്തിനാണൊരു കഫംപുടാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അത് പിന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞു. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി നാട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് വഴിയിൽ വെച്ച് മഹാനായ അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹു വഫാത്തായി. എന്താ പറയാൻ കാരണം എന്നറിയങ്ങൾ? മഹാനായ സയ്യിദുന അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുവിന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. എന്തേ കാരണം? അള്ളാഹനെ ആദ്യം കാണാൻ. കണ്ണിന് സ്വർഗത്തിലാദ്യം റബ്ബിനെ കാണുന്നത്. കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നാണത്.